എന്തുകൊണ്ടാണ് ജന്മദിനാഘോഷം പ്രവാചക പേരിൽ ആചരിക്കാത്തത്? ഒറ്റ ഉത്തരമേ ഉള്ളൂ, നബിയോട് സ്നേഹമുള്ളത് കൊണ്ട് എന്നാണ്. നബിതങ്ങൾ പഠിപ്പിച്ചതേ ചെയ്യൂ. സ്വഹാബിമാർ, താബികളൊന്നും ഇത്തരമൊരു ആചാരം കൊണ്ടുവരാത്തതിൻ്റെയും കാരണം അത് തന്നെയാണ്. ഇതിലിപ്പോ ഈ മൗലവി പറയുന്നത് എന്താന്ന് വെച്ചാല് നബിദിനം കഴിക്കാൻ പറ്റില്ല എന്നാണ് ഈ മൗലവി പറഞ്ഞു വരുന്നത്. അതായത് നബിദിനങ്ങളെ കാലത്തോ സ്വഹാബത്തിന്റെ കാലത്തോ തബീങ്ങളുടെ കാലത്തോ ഒന്നും നബിദിനം കഴിച്ചിട്ടില്ലെന്ന് അവർ പറയണേ. എന്നാൽ ഈ നബിദിനം കഴിക്കാന്ന് പറഞ്ഞ ഒരു തെളിവുണ്ട്, അതായത് വഹാബികൾ പറഞ്ഞ തെളിവുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഓല പുസ്തകമാണ് അൽ ഇർഷാദ്. സംഗതി ഫൈസൽ മൗലവി സുന്നികൾക്കെതിരാണ് അൽ ഇർഷാദ് എന്ന് പറഞ്ഞ പുസ്തകം വായിക്കുന്നത്. ഇത് ലേഖനം എന്തായോ? താരീഖുൽ മൗലിദി വഹുക്മുഹു. അതാ ലേഖനം തന്നെ. ഈ കെ കുഞ്ഞമ്മദ് മൗലവി പറഞ്ഞെന്താ? തുടക്കം മൂലമാര് വായിക്കും. റബീഉൽ അവ്വൽ മാസം ആരംഭം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് കൊണ്ടാടുക എന്ന സമ്പ്രദായം മശ്രിഖ് മുതൽ മഗ്രിബ് വരെ നടന്നു വരുന്ന ഒന്നാണല്ലോ. മുസ്ലിമീങ്ങൾ താമസിച്ചു വരുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് ഈ ആചാരം ഇല്ലെന്ന് പറയുവാൻ സാധിക്കയില്ല. അവിടെ മുസ്ലിയാക്കന്മാർ നിർത്തും, ബാക്കി വായിക്കൂല. മശ്രിഖ് മുതൽ മഗ്രിബ് വരെ, കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ലോകത്ത് മുഴുക്കയും ഉണ്ട് നബിദിനം ആഘോഷിക്കൽ എന്നതിന് പറയുന്നു. മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ഏതെങ്കിലും രാജ്യത്ത് ഇത് ഇല്ലെന്ന് പറയാൻ കഴിയില്ല. അവിടെ നിർത്തു. കണ്ടോ? അപ്പൊ ലോകത്ത് മുഴുവനും ഇതുണ്ട് എന്ന് ഓലന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, ലോകത്ത് മുഴുവൻ ഇന്നുണ്ടല്ലോ. ലോകത്ത് മുഴുവൻ ഇന്നുണ്ട്. അതോടെ ദീനാവോ? ഇല്ല. അടുത്ത വാചകം എന്താ? എന്നാൽ. കണ്ടോ? എന്നാൽ അതവിടെ തുടങ്ങണത്, അത് വായിക്കൂല. ഇങ്ങനെ ചെയ്തു വരുന്നത് നമ്മുടെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂജാതനായിട്ടുള്ളത് ഈ മാസത്തിലാകയാൽ അതിന്റെ ഓർമ്മക്കായും ആ പുണ്യാത്മാവോട് നമുക്കുള്ള അതിരറ്റ സ്നേഹത്തെ വെളിവാക്കുവാൻ വേണ്ടിയുമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ അതുകൊണ്ടുള്ള ശരിയായ ഫലത്തെ മനസ്സിലാക്കിയവർ വളരെ ചുരുങ്ങും. ഏറ്റവും മഹത്തായ ഈ ദിവസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുജന നാളായ റബീഉൽ അവ്വൽ 12-ാം തീയതിയിൽ ലോകത്ത് റഹ്മത്തായി എഴുന്നേൽപ്പിക്കപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചുരുങ്ങിയ ചരിത്രത്തെയെങ്കിലും പറഞ്ഞു ജനങ്ങളെ മനസ്സിലാക്കുക എന്നതിലാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ചെയ്യേണ്ടത് എന്താ? നബിയുടെ ചരിത്രം പറഞ്ഞെടുത്തിട്ട് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക. അതാ നമ്മൾ ചെയ്യേണ്ടത്. കഴിഞ്ഞില്ല. അങ്ങനെ ചെയ്യുന്നതിനാൽ അല്ലാഹു തആല നബിയെ അയച്ചത് കൊണ്ട് തങ്ങൾക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള മഹത്തായ അനുഗ്രഹത്തെക്കുറിച്ച് മുഅ്മിനീങ്ങൾ ചിന്തിക്കുകയും അവരുടെ ആത്മാവ് ആ നിലയിലുള്ള വിശ്വാസാധിക്യത്താൽ പൂർണ്ണ സ്നേഹത്താലും പരിപോഷണമാവുകയും ആ നബിയുടെ ദീനിനെ നിലനിർത്തുന്നതിലും സുന്നത്തിനെ ഹയാത്താക്കുന്നതിലും അത്യാഗ്രഹമുള്ളവരായി തീരുകയും ചെയ്യുന്നതാണ്. ഇതിനേക്കാളും മഹത്തായ എന്തൊരു കാര്യമാണ് നമുക്ക് ശ്രദ്ധിക്കുവാനുള്ളത്. സത്യത്തിൽ ഫൈസൽ മൗലവി അൽ ഇർഷാദ് പുസ്തകം വായിച്ചിങ്ങാട്ട് മൂപ്പര് കുടുങ്ങിയതാണ്. അൽ ഇർഷാദ് പുസ്തകത്തിൽ പറയണത് എന്താന്ന് വെച്ചാല് മുസ്ലിങ്ങൾ എടക്കുണ്ടോ അവിടെ ഒക്കെ നബിദിനം ആഘോഷിക്കുന്നുണ്ടെന്നാണ് അൽ ഇർഷാദ് മാസിക പറയണത്. അങ്ങനെ സുന്നികൾക്കെതിരെ വെച്ചതാണെങ്കിലും അയാൾക്ക് തന്നെ തിരിച്ചു കുടുങ്ങിയാണ്. സത്യത്തിൽ മുസ്ലിങ്ങളുള്ളടത്തൊക്കെ ഈ നബിദിനാഘോഷം ഉണ്ടെങ്കിൽ ഇവരൊക്കെ ആരാ? ഒരു മുസ്ലിങ്ങളല്ലേ? കാരണം ഇവരെ ആഘോഷിക്കാൻ പാടില്ല എന്നാ പറയണേ. ഇവരാരാന്നുള്ളത് ഇങ്ങോട്ട് തീരുമാനിച്ചോളി.